ഹലോ അസ്സാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ഇട്ട വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വ്യാഴാഴ്ചയാണ് പോയത്. 3 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ. ഞങ്ങളുടെ പോക്കിനാണല്ലോ പോണത്. അപ്പോൾ അതാ ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അവിടുന്ന് ബൈക്കിൽ നിന്ന് മുട്ടായിയൊക്കെ അവന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ആങ്ങളെയാണെന്ന് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും അനിയത്തിയും കൂടി ആണ് പോകുന്നത് കേട്ടോ. കോളെ വിളിച്ചിട്ട് നേരെ എൻ്റെ അടുത്ത് വന്നതായിരുന്നു. നമ്മൾ വന്നതിന് ശേഷം ഒന്ന് വീട് കാണാൻ പോകുകയാണ് കേട്ടോ. താത്താൻ്റെ വീട് അടിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടിപ്പണിയാണ് മെയിനായിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു സന്തോഷമാണല്ലോ കാണുമ്പോൾ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ സൈഡ് ഇങ്ങനെ ആ കിണ്ടലൈൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ കുറച്ചും കൂടി ഒരു ദിവസത്തെ പണി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ തുറന്നുകൊണ്ട് ഇതിൽ ഫുള്ളായിട്ട് കാണിക്കണില്ല. ഇത് കുറ്റൂസൊക്കെ ആയിട്ട് ഇനി ഫുള്ളായിട്ട് കാണിക്കുള്ളൂ. അപ്പോൾ ഇതാ ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ അടുക്കളയിൽ നിന്നുകൊണ്ട് ഒന്നിങ്ങോട്ട് കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഉള്ളൊക്കെ എല്ലായിടത്തും ഒട്ടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഉണ്ട്. അടിപ്പണി കഴിഞ്ഞാൽ നല്ലൊരു വൃത്തിയാണല്ലോ അല്ലേ. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ കുറ്റൂസൊക്കെ ഫുള്ളായിട്ട് നല്ലപോലെ കാണിക്കാം. നല്ലൊരു വൈറ്റാണ് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ വീടൊക്കെ കണ്ട് നമ്മളിത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കുട്ടികളായിട്ടൊക്കെ കളിച്ചിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളെ നാരങ്ങ മരത്തുമ്പോൾ നല്ല നാരങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൂത്തിട്ടില്ല, ഒക്കെ ചെറുതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ മൂത്തുണ്ടോയെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പം ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷെ അത് വല്ലാതെ ഇങ്ങോട്ട് വലിപ്പം വെക്കൊന്നുമില്ല. ഏകദേശം ഇത്ര തന്നെ കണ്ടാവുള്ളൂ. എന്നാലും ഇതിനെക്കാട്ടി ഒന്നും കൂടി കണ്ട് മൂക്കണം. അപ്പം നല്ല മധുരമാണ് ഇട്ടത്, കാണുന്ന പോലെയല്ല. എന്നാലും അത് മൂത്താലും ഇതുപോലെ പച്ച കളറാണ് ഈ കാലം. അപ്പോൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ അല്ലേ ഇതൊന്ന് തൊട്ടുക്കിട്ട് എത്തുന്നതൊക്കെ ഒന്ന് നല്ല അടിപൊളിയാണ് ഇങ്ങനെ കാണാൻ തന്നെ. അപ്പോൾ ഉച്ചക്കൊക്കെയുള്ള ഒരുക്കാണ് ഇട്ടത്. അപ്പം നമ്മൾ പോയ അന്നല്ല ഇപ്പോൾ ഇത് വീഡിയോ എടുക്കണം കേട്ടോ. പിന്നെ ഉച്ചക്ക് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇടയിലൊക്കെ 3 ദിവസം നിന്നിട്ടുള്ളൂ. അതിൽ ഇടയിലൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഓരോ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുള്ളൂ. വീഡിയോ എടുക്കാൻ നേരത്തൊന്നും ഫോൺ പിന്നെ കയ്യിലുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ വീട്ടിൽ വരുമ്പോൾ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ എന്താ പറയുക, ചിക്കന് വരട്ടിയാണ്. പിന്നെ അതുപോലെ വയറ് പപ്പടം പൊരിച്ചത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാത്രിയിൽ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളിതാ 10 മണി 11:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ആ നേരത്ത് കപ്പൊക്കെ പുഴുങ്ങിയിട്ട് അതിൽ തേങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ല കട്ടൻ ചായയും അതൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഒരു രസമാണ് കേട്ടോ. എല്ലാവരും കൂടി കൂടുമ്പോൾ അങ്ങനത്തെ ഒക്കെ കടികൾ നല്ല ഇഷ്ടമാണ്. പിന്നെ വന്ന് നോക്കുമ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര കളിയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണ തലേ ദിവസമാണല്ലത്. അപ്പോൾ എല്ലാതും ഇങ്ങനെ അവിടെ ഉണ്ട് റൂമിലൊക്കെ സെറ്റായിട്ട്. പിന്നെ അതാ നമ്മൾ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഒന്ന് ചോറുന്നല കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് ഒന്ന് പാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിലുണ്ട് എല്ലാവരും. അപ്പോൾ ചോറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീട്ടിലൊന്നും ഉണ്ടാക്കണ്ട, വെച്ച് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ സ്നേഹിതന്മാർ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയിലാണ് വരുന്നത്. അപ്പോൾ മൂലതൊക്കെ ഓടിയിട്ട് പിറ്റേ ദിവസമാണ് കേൾക്കുന്നത് കേട്ടോ. പോകണമെന്നല്ല. അപ്പോൾ ഇതാ എല്ലാവരും ചോറുന്നലൊക്കെ കഴിഞ്ഞാണ്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ഫുഡ് കഴിഞ്ഞിട്ട് നാടൻ ഭക്ഷണങ്ങളൊക്കെ ആക്കി വെച്ചൊക്കെ കിട്ടാം. അപ്പോൾ രാത്രിയിൽ പിന്നെ ബിരിയാണിയല്ല, പിന്നെ നമുക്ക് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് രാത്രി വന്നാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചോറൊക്കെ കഴിച്ച് പിന്നെ മാറ്റിയിട്ട് 3 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കണ്ട് പോകുന്നു. ഞങ്ങൾ കുട്ടികളും ഒക്കെ കൂടെ ഇതിൽ കയറിയിട്ട് 2-3 ആളും ഇതിൽ കയറിയിട്ട് പോകുന്നു. പിന്നെ ഞങ്ങളെ ബാക്കിൽ ഒരു വണ്ടിയും കൂടി വന്ന് പിന്നെ മൂത്ത ആങ്ങളെയും ഭാര്യയൊക്കെ കൂടെ സ്കൂട്ടിയിലും വന്ന് അങ്ങനെയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 3 ട്രിപ്പായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ പാർക്ക് കുട്ടികളായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കുട്ടികളൊക്കെ അടിച്ച് പൊളിച്ച് അവിടെ ഞാലാടലും അങ്ങനത്തെ ഓരോ കളിയിലൊക്കെ ഇരുന്ന് ഞങ്ങളവിടെ എത്തി. കുട്ടികളെല്ലാവരും കൂടി കൂടുമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോകുമ്പോൾ അത്ര തന്നെ കുട്ടികൾക്ക് ഇത്ര എൻജോയ് ഉണ്ടാവില്ല. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഊഞ്ഞാലാടലും കളിക്കലും ഒക്കെ കൂടായിട്ട് ഭയങ്കര രസമാണ്. കാരണം അപ്പോൾ ഇതാ ഞങ്ങളിവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവന് പോവുമല്ല, അവൻ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ അയാളെ ആങ്ങള. അപ്പോൾ മറ്റവനാണ് പിന്നെ ഇപ്പോൾ അടുത്ത് വന്നതാണ്, 1 മാസമായി വന്നിട്ട്. അപ്പോൾ അവനുണ്ട് എല്ലാവരും കൂടിയിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുട്ടികളെ. അപ്പോൾ വരുന്ന ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലും വെളിച്ചൊക്കെ ഉള്ള ഒരു നല്ലൊരു ദിവസമായിരുന്നു. കാരണം മഴ ആകുമ്പോൾ അങ്ങനെയൊന്നുള്ള സ്ഥലത്തേക്ക് പോക്ക് നടക്കില്ല കുട്ടികളായിട്ടൊന്നും. അപ്പോൾ വെയിലും വെളിച്ചമൊക്കെ ഉണ്ടായപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ടല്ല വെയിലും വെളിച്ചമൊക്കെ ഉള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാ ഊഞ്ഞാലയിലും ഇതിലൊക്കെ ഇരുത്തിയിട്ട് കുട്ടികളൊക്കെ നാടിപ്പിച്ചിട്ട്. അപ്പോൾ എൻ്റെ മോളിന് ചിലതിലൊന്നും ഇരിക്കാൻ പറ്റണില്ല. അവൾക്ക് പേടിയാണ് കേട്ടോ. ചില തിരിണയിലൊക്കെ ഇരുത്തിയിട്ട് അവളൊക്കെ കരഞ്ഞിട്ട് ഉടനെ ഇറങ്ങി പോകുന്നു. അപ്പോൾ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചെറിയ കുട്ടീനൊക്കെ ഇരുത്തിയിട്ട് ഓരിങ്ങനെ ആഡ് ചെയ്യുന്നു.
പിന്നെയാണെങ്കിൽ നമുക്ക് ഈ 2-3 ദിവസം നിൽക്കാൻ തന്നെ കാരണം എന്നിട്ട് വന്നിട്ട് ഒരു ദിവസം അങ്ങനെ പോയി പിറ്റേത്തെ ദിവസം എളാപ്പാൻ്റെ മരുമകളെ പ്രസവത്തിന് കൊണ്ടുവെക്കാൻ കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകണം. എളാപ്പാൻ്റെ വീട് തന്നെ തൊട്ടടുത്താണ് കേട്ടോ. ഒരു വീട് അപ്പുറമാണ്. അപ്പോൾ അവിടെ പരിപാടിയാണ്. പിന്നെ അന്ന് തന്നെ വൈകുന്നേരം ആങ്ങളെ പോണതും പിന്നെ അന്നും അവിടെ നിന്നിട്ട് പിറ്റേന്ന് പോരണിച്ചിട്ട് പോയതാണ്. 3 ദിവസം നിന്നിട്ട് വ്യാഴാഴ്ച പോയി, വെള്ളിയാഴ്ച ശനിയാഴ്ച നിന്ന് ഞായറാഴ്ച രാത്രിയിലാണ് പോകുന്നത്. മഗ്‌രിബ് കഴിയണമെന്നായിരുന്നു കേട്ടോ പോകുന്നത്. ഞാനിതാ കുട്ടികളൊക്കെ ഇതിലിങ്ങനെ കീഞ്ഞിറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ കുട്ടികളിങ്ങനെ സ്പീഡിൽ വരണുണ്ട്. അപ്പം എൻ്റെ മോളിൽ അതിലൊക്കെ കയറാൻ പേടിയിട്ടാണ്. എന്തെങ്കിലും കയറാൻ പേടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വേറെ ഒരു റൗണ്ടിലൊരു കറങ്ങണൊരു കൊട്ട പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അതിലിരുന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒക്കെ ഫോണ് ആയിരത്തിലൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെറുത് വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ. നമ്മളിത് പോയ കാര്യങ്ങൾ ഇതൊക്കെ ഒരു ഓർമ്മക്കും വേണ്ടിയിട്ടൊരു ഇതാണല്ലോ. നമ്മളിതിലിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സമയത്ത് കാണുകയും ചെയ്യാമല്ലോ. നമ്മളെ ഫാമിലിയിൽ എല്ലാവരും കൂടി കൂടിയിട്ട് ഉണ്ടാകുമ്പോൾ ഒരു രസം തന്നെയാണല്ലോ. അപ്പം ഇനി ഓനും പോവുകയാണല്ലോ. കുട്ടികളൊക്കെ ഫോട്ടോ എടുത്ത് ഞങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ടോ. പിന്നെ ഞങ്ങളിതാ ഫാമിലിയിൽ എല്ലാവരും കൂടി നിൽക്കട്ടെ. ഞങ്ങൾ 7 കുട്ടികളാണ്. ഞങ്ങളെല്ലാവരും കേട്ടോ. ഞങ്ങൾ 7 മക്കൾ. പിന്നെ ഇതാ 2 നാത്തൂന്മാർ 2 ആളെ കല്യാണം കഴിഞ്ഞിട്ടുള്ളവർ 2 ആളുണ്ട്. ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോകളൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. 2 ദിവസമായി മഴ തുടങ്ങിയിട്ട്. അപ്പോൾ എങ്ങനെ മഴയുള്ള സമയത്താണെങ്കിലും ഇങ്ങോട്ടൊക്കെ പോകാനും പറ്റില്ല. പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ. ആളില്ലാത്ത സ്ഥലം നോക്കിയിട്ടൊക്കെ വീഡിയോ എടുത്ത് ഒരുപാട് ആൾക്കാർ ഇതിൽ പെടുമ്പോഴും പറ്റില്ലല്ലോ. നമ്മൾ ഇഷ്ടപ്പെടുന്നവരില്ലാത്തവരൊക്കെ ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. ബാങ്ക് കൊടുത്തിക്കണം. അപ്പോൾ നേരത്തെ തിരിച്ച് പോരുകയാണ്. ഞങ്ങളുടെ എത്തിയപ്പോഴത്തേന് ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് ഓർഡർ ചെയ്ത ബിരിയാണിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെന്നിട്ട് എല്ലാവരും ഇനി വരുമ്പോഴത്തേന് എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ഞാൻ അവരൊക്കെ വരും എന്നനങ്ങാണ്ട് ഇപ്പോൾ വന്നില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ കൂടെ വരാൻ നിൽക്കിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഓന് നാളെ പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോകണം എന്ന് പറഞ്ഞിട്ട് എളുപ്പം പോകുന്നതാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. Bye bye. പൊട്ടിച്ചേരണ്ടട്ടെ. എന്തൊക്കെയാണിത്? എന്നിട്ട് നല്ലപോലെ മുന്നിൽ തന്നെയാണ് നമ്മൾ നിസ്കാരത്തൊക്കെ കഴിഞ്ഞ് മൗലൂദൊക്കെ കഴിഞ്ഞതാ. എല്ലാവരും വന്നിട്ടാ. ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോഴത്തേക്കും ചോറ് ഓർഡർ ചെയ്തൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്നേഹിതന്മാരൊക്കെ വന്ന് അവർക്കൊക്കെ ചോറ് കൊടുത്തിട്ടോ അതിൻ്റെ ശേഷം ഞങ്ങൾ കഴിക്കണം. അപ്പം അടിപൊളി ബിരിയാണി ഇരുന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ സാധാരണ ഓർഡർ ചെയ്യാനോടത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, വേറെ സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. നല്ല സൂപ്പർ ബിരിയാണി, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. ചിക്കൻ ബിരിയാണി അടിപൊളിയെന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ബിരിയാണിയൊക്കെ കഴിക്കാനിട്ട് ഇരുന്നിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്ന് കഴിച്ച് എല്ലാവരും പോയിട്ടോ. പിന്നെ അതായത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരമായിരുന്നു അവൻ്റെ പോക്ക് കേട്ടോ. പിന്നെ അന്ന് നമുക്ക് ഉച്ചക്കൊക്കെയുള്ള പരിപാടി നമ്മൾ തറവാട്ടിങ്ങിലായിരുന്നു. അപ്പോൾ എൻ്റെ മോളല്ല കേട്ടോ, മോൻ്റെ ഭാര്യനെ പ്രസവത്തിന് കൊണ്ടുപോകുകയായിരുന്നു. അപ്പോൾ അവിടെയും ബിരിയാണിയും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഉച്ചക്കൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് ഇതാ കുയ്യപ്പും പഴംപൊരിയും അതൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അവിടുന്ന് ബിരിയാണി കഴിച്ച് വന്നതല്ലേ. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനും കുറച്ച് കുയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ടുള്ളൂ, ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ വെട്ടിക്കെട്ടലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ അങ്ങനെ നോക്കിയിരിക്കാൻ കേട്ടോ എല്ലാവരും. പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ 6 മണിക്കാണ് പോകുന്നത്. അങ്ങനെ പോവാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ നമ്മളെ വീട്ടിലേക്ക് പോക്ക് നല്ല സന്തോഷവും സങ്കടവും കൂടി നിറഞ്ഞതായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി പാർക്കിലൊക്കെ പോയി എൻജോയ് ചെയ്യുമ്പോൾ നല്ല സന്തോഷമായിരുന്നു. പിന്നെ ഓൻ്റെ പോക്കിൻ്റെ സമയപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല സങ്കടമായിരുന്നു. അപ്പോൾ ഓന് പോയ പിറ്റേന്ന് മഗ്‌രിബൊക്കെ ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ ഞാനും അനിയത്തിയും കൂടിയാണ്. അപ്പോൾ രണ്ടാമത്തെ ആങ്ങളോ വന്നവനുണ്ടല്ലോ, അങ്ങനെയാണ് കൊണ്ടാക്കി തരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാൻ. എല്ലാ കുട്ടിക്കാർക്കും അസ്സലാമു അലൈക്കും.